ഇപ്പോൾ നോമ്പുകാലവും ചൂടുകാലം ഒക്കെയാണ്. ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്മൂത്തി നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. നമ്മൾ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ചീര ഇലയാണ്. ഒരു 10-12 ചീര ഇലയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ ഇല മാത്രമേ വേണ്ടൂ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിതിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 750 ഗ്രാം പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചീരയില വെച്ചിട്ടുള്ള സ്മൂത്തി ആരും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ്. നമ്മളിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇത് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ മാറി നല്ലൊരു ഉന്മേഷം കിട്ടാനൊക്കെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. ഈ പാലൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചീരയില ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ എടുത്തു വെച്ച ചീരയിലയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇലക്കറികൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, ഒത്തിരി ഉണ്ടാവും ഇലക്കറികൾ കഴിക്കാത്ത കുട്ടികൾ. അപ്പോൾ ഇവിടെ എൻ്റെ മകനൊന്നും ആദ്യമൊന്നും ഈ ഇലക്കറികളൊന്നും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കഴിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ കഴിക്കാത്ത ഇലക്കറികൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ ഇതുപോലെ ഒന്ന് സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും അവർ കുടിക്കും. മാത്രമല്ല നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ മൊത്തം നമുക്ക് കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിത് ഈ ചീരയില ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പച്ചയില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അതെനിക്ക് അത്ര രുചി തോന്നിയിട്ടില്ല. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ഇതാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ 2 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 5-6 ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈത്തപ്പഴം വേണ്ട എങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുട്ടികൾക്ക് വേണ്ടുന്നതായതുകൊണ്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2-3-4 ഏലക്കായുടെ സീഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസിൻ്റെതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കായാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് ആ സീഡ് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിലേക്ക് കുറച്ച് പഴം ചെറുതായി അരിഞ്ഞതും നമ്മുടെ ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സിയ സീഡാണ്. അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സിയ സീഡ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുമ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് മുന്നേ അല്ലാതെ ഒരു 6-7 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു തലേ ദിവസമോ കുതിർത്തി വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും സിയ സീഡിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സിയ സീഡ് തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് ഉപയോഗിക്കാറുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് പകർത്തി നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ അത് ചേർത്ത് കുടിക്കാം. ഇല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഐസ് ക്യൂബൊന്നും ചേർക്കാതെയും കുടിക്കാവുന്നതാണ്. ഫുഡ് കളറോ ഷുഗറോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ സ്മൂത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഷുഗറൊക്കെ ഉള്ളവരാണ് എങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഈത്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് ഈത്തപ്പഴം ചേർക്കാതെ കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നാടൻ റെസിപ്പികളാണ് ഞാൻ കൂടുതലും ഇടാറുള്ളത്. നാട്ടിൻപുറത്ത് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ റെസിപ്പികളിൽ അധികവും നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നാടൻ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.